ഗൈസ് ദേ ഒരു വാള. അപ്പം നമ്മൾ കിണച്ചിട്ട വലയിൽ ഒരു കിഡിലും വാള കുത്തിയിട്ടുണ്ട്, കണ്ടില്ല? അത് അവിടെ കിടന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ കിടന്ന് മറയണത്. നല്ലൊരു വാള തന്നെയാണ്. അവന് ആ വലയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സകല ഡവളും പറ്റുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തി വലിക്കുന്നുണ്ട്. അവൻ അവിടെ കിടന്ന് കുത്തി മരണ സമയത്ത് ഇവിടെ വേറൊരു വന്നിട്ട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനും കണ്ടില്ല രക്ഷപ്പെടാനുള്ള ഇതിൽ തന്നെയാണ്. പക്ഷെ അവൻ ആ വലയിൽ നന്നായിട്ട് കുടുങ്ങി പോയിട്ടുണ്ട്. അവൻ എന്തായാലും അത്ര കഴിഞ്ഞിട്ട് കാര്യമില്ല, വയലിൽ കുടുങ്ങി. അതിനിടയ്ക്കത് അവർ നമുക്ക് കുറച്ചധികം തൂളി മുണ്ടത്തി ഒരു ചെറിയ കണൗട്ടൊക്കെ ആയിട്ട് നമുക്ക് അവരെ തപ്പണ വലയിൽ നിന്ന് എടുത്തിട്ട് തന്നു. കാരണം നമ്മുടെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്ന മീനോട് എടുത്താൻ വേണ്ടിയിട്ട് ആ വല നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കിട്ടിയ മീനെ നമ്മളിത് നമ്മുടെ കുട്ടയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മേലെ ചണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, കാരണം വെയിൽ കൊണ്ടിട്ട് അധികം ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചണ്ടി ഇതൊക്കെ വെച്ച് ഓലയൊക്കെ വെച്ച് മൂടിയിട്ടുണ്ട്. ഗൈസ് ഇതേ ഒരു വാള കണ്ടില്ലേ? ആ ഗൈസ്, അപ്പോൾ നമ്മുടെ ചണ്ടി വലിക്കലൊക്കെ ഏറെക്കുറെ ഒരു ലെവലായിട്ടുണ്ട്. അതെന്താ ബ്രാലാന്ന് തോന്നുന്നു? ബ്രാലാണ് ആളെ കിടന്നോട്ടെ, കുടുങ്ങി. അയ്യോ നല്ലൊരു ബ്രാലി, നമുക്ക് കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. വാലയൊക്കെ കടിച്ചു പിടിച്ചാണ് ഫിഷിങ്. ഇല്ലെങ്കിൽ വേഗം എടുത്താൽ നമുക്ക് അപ്പുറത്തേക്ക് പോവാ. ഒക്കെ എടുത്തുണ്ട്, ഒക്കെ പിടിച്ചിട്ടുണ്ട്. വാ, ഒരു വാള കിടക്കണ്ടില്ലേ മണ്ടയും പൊന്തിച്ചിട്ട്? അയ്യോ 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 എന്നാണ് കിടക്കുന്നത്. ഇവിടെ ഒരു വാളുണ്ടായിരുന്നു, അത് ഇറങ്ങിപ്പോയി തോന്നുന്നുണ്ട്. എന്താ ഇതിൽ 1-2 കുത്തിയിട്ടുണ്ടായിരുന്നു ഈ വലയിൽ. അതുപോലെ തന്നെ അപ്പുറത്തെ വലയിൽ ഒരു 5-6 കുത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നും ഇപ്പോൾ പടക്കിന് കാണാനല്ല, ഒന്നും കയ്യിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. ഇവിടെ എന്തായാലും ഒരെണ്ണം അതിലുണ്ട്, കാരണം അവിടെ നടുഭാഗം കണ്ടില്ലേ താന്ന് പോയിട്ട് കാണാണ്ട്. ഇവിടെ വാള അവൻ രക്ഷപ്പെടാനുള്ള ഇതിൽ തന്നെയാണ്, കണ്ടില്ലേ? അവൻ നല്ല ചെറിയ കണ്ണിയാണ്, ചിലപ്പോൾ രക്ഷപ്പെടായിരിക്കും. ഇതാ ഒരു വാള അവിടെ കരസയിൽ കയറി എടുക്കണ്, കണ്ട? ഇപ്പോൾ വന്ന് കുത്തി കിടന്നാൽ കണ്ടില്ലേ? വാള ഇപ്പോൾ വന്ന് കുത്തിയതാ. തൂളിയാണത്. അതെന്താ വെച്ചിട്ടാണ്ട അവിടെ എന്തോന്ന് കുളത്തിൻ്റെ, അതാണ് ആ പ്രശ്നം വന്നത്. എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടോട്ടാ, തൂളി ഇങ്ങോട്ട് ഇട്ടോ. ഇങ്ങോട്ടോ. അത് പാടത്തേക്ക് എത്തിയില്ലേ? ഇവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് ഇട്ട് നോക്കി നോക്കാം. കിട്ടി പാടത്തേക്ക് എത്തിയില്ല. ഭാഗത്ത് അവരിത് അവിടെ വലയിട്ട് തപ്പണ സമയത്ത് നമ്മളിത് ഈ കണ്ടാടി വലയിൽ കുടുങ്ങിയ മീനോട് എടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അത്ര നേരം അവിടെ കയറുന്ന വീഡിയോ എടുക്കായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഒരു ബംഗാളി പയ്യ ഉണ്ടായിരുന്നു, അപ്പോൾ ആ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിതൊരു ചാക്കും കെട്ടിട്ട് ഇറങ്ങുന്നു. നമുക്ക് ഇതിൽ ഒരുപാട് മീനുകളുണ്ടായിരുന്നു, കുറേ ചിലപ്പോൾ ഊരി പോകാൻ സാധ്യതയുണ്ട്. ചെറിയ കണ്ണി വലയാണ്, അതിൽ കുളത്തില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിണഞ്ഞ് കിടക്കുന്ന വല്ലതും നമുക്ക് കിട്ടും. പിന്നെ അറ്റത്തൊരു വാള കിടക്കുന്നുണ്ടല്ലേ, അതിനൊക്കെ നമുക്ക് കിട്ടുമോ നോക്കി നോക്കാം. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ തപ്പി വലിയൊരു തൂളിനെ കിട്ടി. അവിടെ തൂളിയൊക്കെ അതിൽ കുടുങ്ങി പിണഞ്ഞിട്ട് ഒരു ഇതായിക്കണു, ഏറെക്കുറെ ചത്തു എന്ന് തന്നെ പറയാം. ആ ലെവലൊക്കെ ആയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് ആ തെറ്റത്ത് കണ്ടല്ലോ ഓരോ മീനുകൾ പടയണത്, ആ വാളം എല്ലാ കരസൈഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിണഞ്ഞ് കരസൈഡ് കയറി കിടുന്നത്. ഒരു തൂളിനെ അവിടെ ആരും എടുത്തിട്ടുണ്ട്, നമുക്ക് അതൊക്കെ എടുക്കണം. നമുക്ക് കിട്ടുന്ന തൂളി മുണ്ടത്തിനൊക്കെ പറഞ്ഞാൽ നല്ല വലിയ തൂളി മുണ്ടത്തിനെ കിട്ടുന്ന നല്ല സൈസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ നോക്കണ വല മാത്രമല്ല, അതിൻ്റെ പിറകിലൊരു വല ഉണ്ട്, അതിലും അത്യാവശ്യം മീനുകളൊക്കെ കൂത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഈ തൽക്കാലം ഈ കാണുന്ന വലയത്തെ മീൻ നമുക്ക് എടുക്കാൻ പറ്റും നോക്കി നോക്കാം. ഇവിടെ അധികം കളക്കി കഴിഞ്ഞാൽ അപ്പുറത്തുള്ള മീനുകൾ ചിലപ്പോൾ ഇതിൽ കൂടെ ചാടി അപ്പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട്. ഇവിടെ അത്ര നല്ല ചെറിയ കണ്ണായി കണ്ട് തന്നെ ഇതിൽ കുടുങ്ങില്ല. നമ്മളിത് കണ്ടാടി വലയിൽ നിന്ന് മീനെടുക്കുന്ന ടൈമിൽ ഇത് ഇവർക്ക് വീശി തപ്പിയിട്ട് ഒരുപാട് മീനുകൾ കിട്ടുന്നുണ്ട്. നല്ല തോളി, ചെറിയ കണ്ണുകുട്ടികൾ, വലിയ ബ്രാലി, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കിട്ടുന്നുണ്ട്.
ഗൈസ്, അപ്പോൾ നമ്മളിത് ഈ കാണുന്ന പരല് വാള അതിനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ കട്ടാക്കാനുണ്ടായത്. നമ്മളത് ഇങ്ങനെ ഇതിൽ കുറച്ച് ചണ്ട് കുടുങ്ങിണ്ടായിരുന്നു. അത് എടുക്കുന്നത് മാത്രമേ എടുത്തുള്ളൂ. ആ എടുക്കണ ഭാഗങ്ങളൊന്നും അവ എടുത്തില്ല. അങ്ങനെ നമ്മളിത് ഒരു സ്ഥലത്തെ ചണ്ടി വരിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വലട്ട് തപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഈ അറ്റത്തേക്ക് എത്തുന്നതോറും നമുക്ക് വലിയ വരാളുകളൊക്കെ കിട്ടാൻ തുടങ്ങി. നല്ല വലിയ വരാളുകൾ തന്നെ കിട്ടുന്നതൊക്കെ 1/2 കിലോ 3/4 കിലോ 1 കിലോന് മേലുള്ള സൈസുള്ള മീനുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ അറ്റത്ത് നടക്കും തോറും ഒരുപാട് മീനുകൾ ഈ ചണ്ടിരിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് നമ്മൾ ഒരു വല കണിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇങ്ങനെ തട്ടിയിട്ട് നിൽക്കുന്ന മീനുകളാണ് ഇതൊക്കെ. അപ്പുറത്തേക്ക് പോകാൻ പറ്റാണ്ട് നമ്മളവിടെ വല കണിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതൊക്കെ അപ്പുറത്ത് പോയിരുന്നു. പിന്നെ അവിടെ ഒരുപാട് മീൻപിടുത്തക്കാരുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പരന്ന് നടന്നിരുന്നു. ഇതിപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ അവസാനം ഞാനും ഒരു ബ്രാലിനെ തപ്പി പിടിച്ചിട്ടുണ്ട് നമ്മുടെ വലയിൽ നിന്ന്. അത്ര വലുതൊന്നല്ല, ഒരിടത്തരം മീൻ. പക്ഷേ മുന്നേ ഞാൻ വലയിൽ നിന്ന് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാറുണ്ടായില്ല. ഇപ്പോൾ ഈ ബംഗാളി വന്ന കാരണം അവൻ വീഡിയോ എടുക്കുന്നു. കണ്ട് നമുക്ക് കാണാൻ പറ്റി. ഗൈസ്, നമ്മൾ 3 വിരല് കടന്നു പോകുന്ന വലിയ കണ്ണീരുള്ള വലയിട്ടാണ് തപ്പണത്. എന്നിട്ട് അതിലും കടു ആടുന്നുണ്ട്. അപ്പോൾ അത്രയും വല്ലാത്ത കടുവാണ് അതിലുള്ളത്. എല്ലാവർക്കും ഇടയ്ക്കും തിരക്കായിട്ട് അതിൻ്റെ ഒരു കുത്തും കിട്ടുന്നുണ്ട്. വേണ്ട, നല്ല വലിയ കടുകൾ തന്നെയാണ്. അതൊക്കെ അതിൽ ആടണ സൈസാണ്. ആടണ സൈസ് എന്ന് ഉദ്ദേശിച്ചത് ആ കണ്ണിയിൽ കുടുങ്ങിയിട്ട് പോകാൻ പറ്റാണ്ട് അതിങ്ങനെ കിടന്ന് പടയും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ കൈ കൊണ്ടുപോയിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇല്ല. ആ സമയത്ത് നല്ല കുത്തു കിട്ടും. പിന്നെ അങ്ങോട്ട് പോവല്ലേ. ഗൈസ്, നമ്മുടെ ചേട്ടത്തെ വലയുടെ പുറത്ത് വലിയൊരു ബ്രാലിനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഈ വല ഇവിടുന്ന് പതുക്കെ പക്ക് പൊന്തിച്ചിട്ട് അപ്പുറത്തേക്ക് വെക്കണം. നമുക്ക് ഈ വല പക്ക് പൊന്തിക്കാന്ന് കഴിഞ്ഞാൽ ഈ ചെളിയിൽ നന്നായിട്ട് പതിച്ചിട്ടുണ്ട്. അത്ര എളുപ്പമൊന്നല്ല. കണ്ടിട്ട് നിറച്ച് ചമ്മലിയുണ്ട്. പിന്നെ എവിടെയൊക്കെ കുളത്തിൽ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കും. അപ്പം മീൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകാൻ പെട്ടെന്നിരിക്കും. നമ്മൾ പരമാവധി വൃത്തിയാക്കിയിട്ട് വേണം അങ്ങോട്ട് വലിച്ചേക്കാൻ. അങ്ങനെ നമ്മൾ ഒരു വിധേന വല ചണ്ടിയൊക്കെ കളഞ്ഞിട്ട് ചമ്മലൊക്കെ കളഞ്ഞിട്ട് അവിടെ താത്തിയിട്ടുണ്ട്. ഇനി പക്ക് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുമോ നോക്കി നോക്കാം. അതിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ അതിൽ പെടും. അപ്പം നമുക്ക് ഭാഗ്യം ആ മീനിൻ്റെ കഷ്ടകാലവുമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ മീൻ അതിലുണ്ട്. പക്ഷേ വേറെ ഒരെണ്ണം കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും തൽക്കാലം നമുക്ക് ഈ കിട്ടിയാൽ എടുക്കാം. ഇത് അത്ര ചെറിയ മീനൊന്നല്ല, നല്ല വലിയ ബിരാൽ തന്നെയാണ്. കാര്യമല്ല, ഈ സാധനം പറഞ്ഞിട്ടില്ല നോക്കണേ. അങ്ങനെ നമ്മുടെ വിനോദേട്ടന് ആ മീനെ കിട്ടി. പക്ഷെ നമുക്ക് അത് എടുത്തിട്ട് ആ വലയ്ക്ക് ഇടുന്നത് കറക്റ്റായിട്ട് കിട്ടിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് തിരിഞ്ഞിട്ടായി പോയി. എന്തായാലും നമുക്ക് അതിനെ എടുത്തിട്ട് അഭ്യാസം കാണിക്കാൻ പറ്റില്ല. കാരണം കയ്യിൽ നിന്ന് കുടഞ്ഞു പോയാൽ പിന്നെ അതിന് കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് അതിൽ ഇട്ടു. നമുക്ക് ഇനി വല എടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്ത് ഒരു ചണ്ടി ഉണ്ട്. ആ ചണ്ടിയിലെ ഭാഗം വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കിണിച്ചിട്ട കണ്ടടി വലിയ കണ്ടില്ല, ഒരു പിലോപ്പി വലുത് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ പിലോപ്പി എടുക്കുന്നുണ്ട്. പിന്നെ അതേ ഒരു റോഹു. അപ്പോൾ അതിൽ വളർത്തുമീൻ വളരെ കുറവായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്ന ഒരു വളർത്തുമീനാ തോന്നുന്നുണ്ട് നമ്മുടെ വലയിലേക്ക് വന്നിട്ട് കുടുങ്ങിയിട്ടുണ്ട്. ഒരു റോഹു. ഇത് എങ്ങനെയായാലും വന്നതെന്ന് അറിയില്ല. ഒരെണ്ണമായിട്ട് ഒക്കെ കിട്ടാറില്ല. ഇപ്പോൾ മുന്നേ ഒക്കെ കാണാറുണ്ടായിരുന്നു 5 എണ്ണം 10 എണ്ണം വെച്ച് കൂട്ടായിട്ട് നടക്കാറുള്ളതായിരുന്നു.
ചിലപ്പോൾ വേറെ മീൻപിടുത്തക്കാർ വന്ന് പിടിച്ചപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ബാക്കിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ വലിയൊരു റൂഹ്, ഒരു 1.5-2 കിലോ കഷ്ടി ഉണ്ടാവണം, ഒരു റൂഹ് അതിലുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വലിയൊരു തൂളിനെ കിട്ടി അവസാന വല വലിക്കുന്ന ടൈമിൽ. വല എടുക്കുകയാണ്, അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണതാണ്. അങ്ങനെ നമ്മൾ അടുത്തൊരു വല തൊട്ടപ്പുറത്തേക്ക് മറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഒരു ബ്രാൻഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കി നോക്കണം. അത് നമ്മളത് പക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തരക്കേടില്ലാത്തൊരു ബ്രാൻഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ചേട്ടാ ലേശം മുകളിൽ പൊക്കണം, ലേശം. അവിടെ വലണ്ട് കേട്ടോ, മീൻ്റെ വലണ്ട്. അതിനെടുത്തോ പുറത്തേക്ക്. അവിടെ കെട്ടിയിട്ടുണ്ടാവും, മേലെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ അവസാന ഭാഗത്തേക്ക് എത്തിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ആ ഇട്ട വലയിൽ ഒരു 4-5 ബ്രാലിന് കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വല എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ അവസാനം കണിച്ച വലയാണിത്. നമ്മുടെ അവസാനം ഏറ്റവും അറ്റത്ത് കണിച്ചിട്ടുള്ള വലയാണിത്. അതിൽ കുറേ അധികം മീനോട് കുത്തിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാലും എടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം. എൻ്റെ ബ്രാല്, അങ്ങനെ ബ്രാലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുത്തിയിട്ടുള്ളത്. കാരണം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ആട്ടണ സമയത്ത് അവിടെ നിന്നൊക്കെ ഓടിയിട്ട് വന്നിട്ട് ഇതിലാണ് കുത്തിയിട്ടുള്ളത്. കുറേയൊക്കെ നല്ല സൈസുള്ള വരാലുകൾ കണ്ടില്ലേ, ഒരു 1/2 കിലോ മേലുള്ള സൈസുള്ള വരാലുകളാണ് കൂടുതൽ കുത്തിയിട്ടുള്ളത്. उधर से आना मन को उसका मुंडी है ना, हाँ वो साइड में. इसका पहले पकड़ो. ये इसमें बहुत प्रॉब्लम है, बहुत बड़ा है. नहीं नहीं नहीं, वो सेंटर में एक है, सेंटर में एक है. ഇതില്ല, അവിടെ ഉണ്ട്. ये बाद में पकड़ेगा, नहीं मिलते हैं. हाँ ये बड़ा पिरोटी एक समझ गए. और वो शायद छूट गया, उधर था, नहीं है अभी. थोड़ा उठा के देखो, उधर हो सेंटर में.
बड़ा बिलोती कहाँ गए? उधर रूहू है उधर, दिखाओ उठाओ। हाँ यही वाला। और सबसे पूछो उसका कितना चाहिए। ए फ्री എനിക്ക് വേണ്ട, ഫ്രീ എനിക്ക് വേണ്ട, ഇത് ബംഗാളി മീനാ. ഈ മീനിനെ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയാണ് അവന് വേണമെന്നുള്ളത്. കാരണം ഇത് രാഘവനെ തന്നെ കിട്ടിയിട്ടുള്ളൂ. ഇത് അവന് നന്നായിട്ട് ഇഷ്ടമുള്ള മീനാ തോന്നുന്നുണ്ട്. നമുക്ക് അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവന് കൊടുക്കണം. നമുക്ക് കുറച്ച് നേരമൊക്കെ വീഡിയോ എടുത്തു തന്ന അവനാണ്. അവൻ്റെ അടുത്ത് അത് വെറുതെ എടുത്തോളാൻ പറഞ്ഞപ്പോൾ അവനത് വെറുതെ വേണ്ട, പൈസക്ക് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവനെ നമ്മൾ പിടിച്ച് നമ്മുടെ ചാക്കിലിട്ടുണ്ട്. ഇനി അത് മേലേക്ക് കയറിയിട്ട് അവന് കൊടുക്കണം. അപ്പോൾ ഒരുപാട് നേരമായി അവനെ നോക്കി വെച്ചിട്ട്. അപ്പം നമുക്കിത് ഈ കാണുന്ന ചെറിയൊരു ഭാഗം കൂടി നമുക്ക് നോക്കാമല്ലോ. അവരൊക്കെ അവിടുത്തെ ചണ്ടിയൊക്കെ വലിച്ചു തുടങ്ങി. എനിക്കിത് ഈ കണ്ടാടിയിൽ നിന്ന് കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ചണ്ടി വലിച്ചിട്ട് മീൻ പിടിക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ഒരു ഭാഗമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ 2 ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കയറി കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.